ചാനൽ. ഇന്ന് നമ്മൾ എക്സസൈസ് 5.3-ലെ 7th ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Find the sum of first 22nd term of an AP in which D is equal to 7 and 22nd term is 149. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് 22 ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, 22nd ടേമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം മുതൽ 22nd ടേം വരെയുള്ള ഒരു എ പിയുടെ സം ആണ് SN ആണ്, S22 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. കോമൺ ഡിഫറൻസ് D is equal to 7 and A22, അതായത് 22nd ടേം is equal to 149. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഉണ്ട്, എന്ത് ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം അല്ലേ. അതായത് AN is equal to A plus N minus 1 into D, where AN means A22. A22 is equal to A plus N minus number of terms 22. 22 minus 1 into common difference 7. So A22 എന്ന് പറയുന്നത് 149 is equal to A plus 22 minus 1 is 21 into 7. So 149 is equal to A plus 147, or A is equal to 149 minus 147, that is equal to 2. നമുക്കപ്പോൾ എന്ത് കിട്ടി? ഫസ്റ്റ് ടേം 2 എന്ന് കിട്ടി അല്ലേ. 149 is equal to A plus 147. A ഇവിടെ നിർത്തിയിട്ട് 147 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ 149 minus 147, that is equal to 2. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി, എന്ത് ടേം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം S22 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? n/2 into 2A plus n minus 1 into D. N is 22 divided by 2. 2 into first term is 2 plus n minus 22 minus 1 into common difference 7. That is equal to 22 by 2 is 11. Cancel ചെയ്താൽ 11. So ബ്രാക്കറ്റിനകത്ത് 2 into 2 4 plus 21 into 7. That is equal to 11 into 4 plus 21 into 7. 147. That is equal to 11 into 147 plus 4. എത്ര കിട്ടും? 151. 151നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 51151661661. സോ 22 ടേംസിന്റെ സം എന്ന് പറഞ്ഞ ഫസ്റ്റ് 22 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? 1661. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 51 ടേംസ് ഓഫ് ആൻ AP whose second and third terms are 14 and 18 respectively. നമുക്ക് ഒരു AP യിലെ 51 ടേംസിന്റെ ഫസ്റ്റ് 51 ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, തേർഡ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം അറിയത്തില്ല, കോമൺ ഡിഫറൻസ് അറിയത്തില്ല. നമുക്കറിയാം സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? SN is equal to n/2 into 2A plus n minus 1 into D. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ടേം വേണം, കോമൺ ഡിഫറൻസ് വേണം. ഇവ രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? സം. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം വേണം, കോമൺ ഡിഫറൻസ് വേണം. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് നമുക്കത് ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് സെക്കൻഡ് ടേം മീൻസ് A2 is equal to 14 എന്നാണ് തന്നിരിക്കുന്നത്. A3 is equal to 18 എന്നാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ടേംസ് 51 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം A2 സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A plus D ഇല്ലേ. A plus D A plus 2D എന്നാണ് നമ്മളുടെ AP ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A plus D is equal to 14 എന്ന് എഴുതാം. A3 നമുക്ക് എങ്ങനെ എഴുതാം? A plus 2D is equal to 18 എന്ന് എഴുതാം. നമുക്ക് നോക്കാം. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉമായിട്ട് എടുക്കുക. ഇവിടെ നോക്കുക, ഫസ്റ്റും സെക്കൻഡും ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുക. നമുക്കറിയാം സിംപ്ലിഫൈ ചെയ്യാൻ, സോൾവ് ചെയ്യാൻ അറിയാം, വാല്യൂസ് കണ്ടുപിടിക്കാൻ അറിയാം ഇല്ലേ. ഇവിടെ നോക്കാം, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും A എന്ന് പറയുന്നതിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ 1 - 2 ചെയ്താൽ എന്താണ് നമ്മൾ മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്ത് ആഡ് ചെയ്യുക. സോ അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് നമ്മൾ എല്ലായിടത്തും സ്പെസിഫൈ ചെയ്തു. സോ a - a is 0, d - 2d നമുക്കറിയാം -d is equal to 14 - 18. ഒന്നൊരു പോസിറ്റീവ് ഒന്നൊരു നെഗറ്റീവുമാണ്. ഡിഫറൻസ് എടുത്ത് വലുതിന്റെ സൈൻ കൊടുക്കുക. ദാറ്റ് -4. ഒരു രണ്ടിടത്തും നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്കറിയാം അത് ക്യാൻസൽ ആയി പോകും. ബാക്കി d is equal to 4. d4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് d is equal to 4 in equation number 1. ഇക്വേഷൻ നമ്പർ 1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. a plus 4 is equal to 14 or a is equal to 14 minus 4 that is equal to 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? S51 ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കാം. S51 is equal to n/2 into 2a plus n minus 1 into d. That is equal to number of terms is 51. 51 by 2 into a is 10 plus number of terms n is 51 minus 1 into common difference 4. That is equal to 51 by 2 into 10 is 20 plus 50 into 4. That is equal to 51 by 2 into 20 plus 200. That is equal to 51 by 2 into 20 plus 200 is 220. So 2 and 220 are even numbers. So cancel ചെയ്താൽ 110. So 51 into 110. That is equal to 51 into 11. 1 into 1, 1 into 5, 1 into 1, 1 into 5. So 5610. So നമുക്ക് എന്ത് കിട്ടി? 51 ടേംസിന്റെ സം എന്ന് പറയുന്നത് 51 ടേംസിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 5610 എന്ന് കിട്ടി. ഇതാണ് നമ്മളുടെ സം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. If the sum of first 7 terms of an AP is 49 and that of 17 terms is 289, find the sum of first n terms. നമുക്കിവിടെ 7 ടേംസിന്റെ സമ്മും ഒരു എ പിയുടെ ഫസ്റ്റ് 7 ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് 17 ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് 1 മുതൽ n വരെയുള്ള ഫസ്റ്റ് n ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എന്ത് സം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടേം എന്താണെന്ന് അറിയണം, കോമൺ ഡിഫറൻസ് എന്താണെന്ന് അറിയണം, ഇല്ലേ, നമ്പർ ഓഫ് ടേംസ് എന്താണെന്ന് അറിയണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് n ടേംസിന്റെ സം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എഴുതാം. തന്നിരിക്കുന്ന കാര്യം ഫസ്റ്റ് 7 ടേംസ് മീൻസ് S7 is equal to 49. S7 49 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 7 ടേംസിന്റെ സം ആണ് 49. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? S7 is equal to n/2 into 2a plus n minus 1 into d എന്ന് എഴുതാം. S7 is 49. സോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നോക്കുക എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. 7 ടേമും 17 ടേംസ്. എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 7. നമ്പർ ഓഫ് ടേംസ് 7. 7/2 into 2a plus 7 minus 1 into d. ഫസ്റ്റ് ടേമും അറിയത്തില്ല, കോമൺ ഡിഫറൻസും നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. 7/2 into 2a plus 6b. ലെഫ്റ്റ് സൈഡ് 49 ആണ്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 98 is equal to 7 into 2. 7 into 2 അല്ലെങ്കിൽ 7 into 2a plus 6b എന്ന് എഴുതാം. നോക്കുക, ഈ 7 ഡിനോമിനേറ്റർ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ക്യാൻസൽ ആയി പോവോ എന്ന് നോക്കുക. നമുക്ക് നോക്കാം. 98 ഡിവൈഡഡ് ബൈ 7. 7 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയിട്ട് മാറി. സോ 98/7 is equal to 2a plus 6b എന്ന് എഴുതാം. നമുക്കറിയാം 1 7s are 7,
7 4s are 28. So നമുക്ക് എന്ത് കിട്ടി? 2a plus 6b is equal to 40. നമുക്കറിയാം ഇതൊരു ഈവൻ നമ്പേഴ്സ്, ഇത് മൂന്നും എന്താണ്? ഈവൻ നമ്പർ ആണ്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2 ചെയ്താൽ 2a 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a ആയിട്ട് മാറും. 60യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3d ആകും. 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 ആകും. ഇക്വേഷൻ നമ്പർ 1. അതേപോലെ നമുക്ക് അടുത്തത് എഴുതാം. 17th term S17 is equal to 289. 17th ടേമിന്റെ സം എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? 289 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 289 is equal to n by 2, 7 by 2 into 17 by 2 into 2a plus n minus n is 17 minus 1 into d. That is equal to 17 by 2 into 2a plus 16d. Cross multiplication നടത്തിയാൽ 18 578 is equal to 17 into 2a plus 16d എന്ന് എഴുതാം. സോ നമുക്ക് 17 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നാൽ 578 by 17 is equal to 2a plus 16d. നമുക്കറിയാം 578 by 17 എന്ന് പറഞ്ഞാൽ 34 ആണ്. നമുക്ക് നോക്കാം. 578 divided by 17. 17 into 3. Okay. 51. 68. 4. Okay. So, this divide ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 34 is equal to 2a plus 16d. നമുക്കറിയാം ഇത് മൂന്ന് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സ് ആണ്. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2. ദാറ്റ് ഇംപ്ലൈസ് ഇതെന്തായിട്ട് മാറും? 17 ആയിട്ട് മാറും. is equal to 2a by 2 is a ആയിട്ട് മാറും. 16d by 2 is 8d ആയിട്ട് മാറും. അതായത് a plus 8d is equal to 17. ഇക്വേഷൻ നമ്പർ 2. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും കിട്ടി, നമുക്ക് സെക്കൻഡ് ഇക്വേഷനും കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എയുടെയും ഡിയുടെയും വില കിട്ടും. നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും അടുപ്പിച്ച് എഴുതാം. a plus 3d is equal to 7. Equation number 1. Second equation a plus 8d is equal to 17. Equation number 2. നമുക്കറിയാം എയുടെ കോഎഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ സെക്കൻഡ് ടേം മൈനസ് ചെയ്താൽ സബ്ട്രാക്ഷൻ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തു. a minus a is 0. 3d minus 8d is minus 5d. 7 minus 17 is minus 10. രണ്ടിടത്തും നെഗറ്റീവ് ഉള്ളതിന്റെ ക്യാൻസൽ ആയി പോകും. ബാക്കി d is equal to 10 by 5. That is equal to 2. d 2 ആണെങ്കിൽ നമുക്കറിയാം d is equal to 2 in equation number 1 ൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? a plus 3 into d ക്ക് പകരം 2 is equal to 7 or a plus 6 is equal to 7 or a is equal to 7 minus 6 that is equal to 1. നമുക്ക് എന്ത് കിട്ടി? a കിട്ടി, കോമൺ ഡിഫറൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് n ടേംസിന്റെ ഫസ്റ്റ് n ടേംസിന്റെ സം ആണ്. Sn is equal to n by 2 into 2a plus n minus 1 into d. ഇതാണ് നമ്മളുടെ nth ടേമിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈസ് n തന്നെ. 2 into a is 1, n minus 1 into d is 2. That is equal to n by 2 into 2 plus ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2n minus 2. 2 and 2 cancel. So n by 2 into 2n. Or 2 and 2 cancelled. So n into n is n square. So നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് n ടേംസിന്റെ സം എന്താണെന്ന് കിട്ടി? n square. Okay.